നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. NIA 7 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവ് കൊച്ചിയിൽ പിടിയിൽ. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ മൊയ്തീൻകുട്ടിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തു. വർഷങ്ങളായി ഒളിവിൽ കഴിയുകയായിരുന്നു മൊയ്തീൻകുട്ടി. പോപ്പുലർ ഫ്രണ്ടിന്റെ സായുധ വിഭാഗത്തിലെ പ്രധാന പരിശീലകൻ കൂടിയാണ് മൊയ്തീൻകുട്ടി. പോപ്പുലർ ഫ്രണ്ടിൽ NIA അന്വേഷണം ആരംഭിച്ചതോടെയാണ് ഇയാൾ ഒളിവിൽ പോയത്. ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. വിദേശത്ത് നിന്ന് രഹസ്യമായി നാട്ടിലെത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റി. നിലവിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പീഡിയാട്രിക്, ഗൈനക്കോളജി, അനസ്തേഷ്യ വിഭാഗങ്ങളെ ഡോക്ടർമാരാണ് സംഘത്തിലുള്ളത്. ഇന്ന് തന്നെ അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി. എന്നാൽ നടപടി കണ്ണിൽ പൊടിയിടാനാണെന്നും ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്നും കുടുംബം വ്യക്തമാക്കി. ഗർഭിണി ഗുരുതരാവസ്ഥയിലാണെന്ന് കണ്ടിട്ടും ശസ്ത്രക്രിയ മണിക്കൂറുകൾ വൈകിപ്പിക്കൽ, വിവരം ബന്ധുക്കളെ അറിയിക്കാതിരിക്കൽ, അവസാന നിമിഷം മാത്രം ശസ്ത്രക്രിയ നടത്തി കുഞ്ഞിന്റെ മരണത്തിനിടയാക്കിയ ചികിത്സാ പിഴവ് തുടങ്ങിയ ഗുരുതര ആരോപണമാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ പാലോട് സ്വദേശികളായ കുടുംബം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. പ്രസവ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത കുഞ്ഞാണ് മരിച്ചത്. ഇതിന് പിന്നാലെ മരിച്ച കുഞ്ഞിന്റെ ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ RDOയെയും ആശുപത്രി സൂപ്രണ്ടിനെയും തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചിരുന്നു. പാലോട് സ്വദേശി നിരഞ്ജനയുടെ കുഞ്ഞാണ് മരിച്ചത്. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിലെ സുപ്രീം കോടതി വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ഇത് സംബന്ധിച്ച് AGയുടെ നിയമോപദേശം ലഭിച്ചുവെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേട്ടറ്റില്ലാത്ത അധ്യാപകരെ സ്ഥിരപ്പെടുത്താനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി ശിവൻകുട്ടി പറഞ്ഞു. 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേടിയാൽ മതി. കേട്ടറ്റില്ലാത്തത് സ്ഥാനക്കയറ്റത്തെ ബാധിക്കുന്നത് ഒഴിവാക്കും. കേട്ടറ്റിൽ നിയമോപദേശം തേടുമെന്നും സുപ്രീം കോടതി വിധി അനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനമെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റ് നീക്കിവെച്ച ശേഷം മറ്റ് അധ്യാപകരുടെ നിയമനം നടത്താനുള്ള അനുവാദമാണ് NSSന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചത്. മറ്റു മാനേജ്മെന്റുകൾക്ക് കൂടി ഇത് ബാധകമാക്കുന്നതോടെ അധ്യാപക നിയമനം സ്ഥിരപ്പെടുത്തി കിട്ടാൻ ഏറെക്കാലമായി നിലനിൽക്കുന്ന പ്രതിസന്ധി ഒഴിവാകും. ആലുവ ശിവരാത്രി മണപ്പുറത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾക്കിടയിലൂടെ കഞ്ചാവ് കടത്താൻ ശ്രമം. 38 കിലോ കഞ്ചാവ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടി. RPFും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പാഴ്സലുകൾ കൈകാര്യം ചെയ്യുന്ന ഭാഗത്ത് നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യവിഭവങ്ങളടങ്ങിയ ചാക്കുകൾക്കുള്ളിൽ 2 വലിയ പൊതികളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. അതേസമയം 2 ദിവസം മുൻപ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നു. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ച് ED. 39 ലക്ഷത്തിന്റെ സ്വത്തുക്കളാണ് ED മരവിപ്പിച്ചത്. ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായിരുന്ന ജയസൂര്യയെ 2 തവണ കൊച്ചിയിലെ ഓഫീസിൽ ED ചോദ്യം ചെയ്തിരുന്നു. തട്ടിപ്പിലൂടെ സേവ് ബോക്സ് നേടിയ കള്ളപ്പണം കൈമാറിയവരുടെ പട്ടികയിൽ ജയസൂര്യയും ഉൾപ്പെട്ടിരുന്നു. ആപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ ഹാജരാക്കാൻ ജയസൂര്യയ്ക്ക് സമയം അനുവദിച്ചിരുന്നു. 100ഓളം പേരിൽ നിന്ന് കോടികൾ തട്ടിയ ആപ്പ് ഉടമയായ തൃശൂർ സ്വദേശി സ്വാദിഖ് റഹീമിനെ 2023 പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 1 കോടിയോളം രൂപ ജയസൂര്യയുടെയും ഭാര്യ സരിത ജയസൂര്യയുടെയും പേരിലുള്ള അക്കൗണ്ടുകളിലേക്ക് പല ഘട്ടങ്ങളിലായി ഈ സ്ഥാപനത്തിൽ നിന്ന് വന്നതായി ED കണ്ടെത്തിയിരുന്നു. ഇത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പണമായതിനെ തുടർന്നാണ് സ്വത്ത് മരവിപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവർക്ക് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. കട്ടളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് വിധി. ജാമ്യ ഹർജിയിലെ വാദത്തിനിടെ തന്ത്രിയുടെയും ഭാര്യയുടെയും സ്വത്ത് സമ്പാദനം സംബന്ധിച്ച നിർണായക തെളിവുകൾ SIT ഹാജരാക്കിയിരുന്നു. ഇരുവരുടെയും പേരിൽ കണക്കിൽപ്പെടാത്ത വൻ നിക്ഷേപം ഉണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. പ്രതിയുടെ സാമ്പത്തിക സ്രോതസ് ദുരൂഹമാണെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടയാളാണ് താനെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് തന്ത്രിയുടെ വാദം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള മിന്നൽ വേഗത്തിലുള്ള നയംമാറ്റം തെരഞ്ഞെടുപ്പ് ഡീലായി പൊതുസമൂഹം കണ്ടാൽ കുറ്റം പറയാനാവില്ലെന്നും ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ച തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റി. മയക്കുമരുന്നുകളുടെ ഹബ്ബായി മാറിയ കേരളത്തിൽ ഇത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി. മദ്യശാലകളുടെ എണ്ണം കൂട്ടിയും സമയം വർദ്ധിപ്പിച്ചും സാധാരണ ജനത്തെ വേട്ടയാടരുതെന്ന് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയുമായി BJP. 30 സീറ്റിലാണ് നിലവിൽ സാധ്യതാ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V. മുരളീധരനും മത്സരിക്കും. മഞ്ചേശ്വരം മണ്ഡലത്തിൽ K. സുരേന്ദ്രൻ, പാലക്കാട് കായംകുളം സീറ്റുകളിൽ ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണനയിലുണ്ട്. വട്ടിയൂർക്കാവിൽ R. ശ്രീലേഖയും കൃഷ്ണകുമാറും, മലമ്പുഴയിൽ C. കൃഷ്ണകുമാറും മത്സരരംഗത്തുണ്ടാവും. പാലായിൽ ഷോൺ ജോർജും തിരുവല്ലയിൽ അനൂപ് ആന്റണിയും മത്സരിക്കുമെന്നാണ് സാധ്യതാ പട്ടിക സൂചിപ്പിക്കുന്നത്.
സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അഭിലാഷം സിനിമയുടെ സംവിധായകൻ ഷംസുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിനിമയുടെ ചെലവ് കൂട്ടിയെന്നും സിനിമയുടെ മാസ്റ്റർ പ്രിന്റ് കൈക്കലാക്കി വഞ്ചിക്കുകയും ചെയ്തെന്ന നിർമ്മാതാവിന്റെ പരാതിയിലാണ് അറസ്റ്റ്. ഷംസുദ്ദീൻ താമസിച്ചിരുന്ന കാക്കനാടുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ചൊവ്വാഴ്ച രാത്രി ഇയാളെ പോലീസ് പിടികൂടിയത്. പോലീസ് എത്തിയപ്പോൾ വാതിൽ തുറക്കാതിരുന്നതിനെ തുടർന്ന് വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയാണ് പോലീസ് സംവിധായകനെ കസ്റ്റഡിയിലെടുത്തത്. സംവിധായകൻ ഉൾപ്പെടെ 6 പേർക്കെതിരെയായിരുന്നു കേസ്. ഏകദേശം 4 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.